ഇനി ബംഗാളിലേക്കാണ്. അവിടെ ചരിത്രത്തിലാദ്യമായി BJP അധികാരത്തിൽ വന്നിരിക്കുകയാണ്. ബംഗാളിൽ സുവേന്ദു യുഗ. പശ്ചിമബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരമേറ്റു. ദിലീപ് ഘോഷും അഗ്നിമിത്ര പോളും അടക്കം 5 മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും NDA മുഖ്യമന്ത്രിമാരും പങ്കെടുത്ത ചടങ്ങ് ഇന്ത്യയുടെ ശക്തിപ്രകടനമായി മാറി. শুভেন্দু অধিকারী ঈশ্বরের নামে শপথ করিতেছি যে বিধি দ্বারা স্থাপিত ভারতের সংবিধানের প্রতি ബംഗാളിൽ യുഗപ്പിറവി. ശ്യാമപ്രസാദ് മുഖർജിയുടെ ബംഗാളിൽ BJPയുടെ ആദ്യ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ. BJPയെ തെരഞ്ഞെടുപ്പിൽ നയിച്ച മമതാ ബാനർജിയെ ഭവാനിപ്പൂരിൽ തോൽപ്പിച്ച സുവേന്ദു അധികാരി ആദ്യ BJP മുഖ്യമന്ത്രി. മുതിർന്ന BJP നേതാവ് ദിലീപ് ഘോഷ്, അഗ്നിമിത്ര പോൾ, കേന്ദ്രമന്ത്രിയായിരുന്ന നിസിത് പ്രാമാണിക്, അശോക് കിർത്താനിയ, ഷുദുറാം ടുഡു എന്നിവരാണ് സത്യപ്രതിജ്ഞ ചെയ്ത മറ്റു മന്ത്രിമാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ അങ്ങനെ VVIPകളുടെ ഒരു നീണ്ട നിര വേദിയിലുണ്ടായിരുന്നു. 98-കാരനായ BJP പ്രവർത്തകൻ മഖൻലാൽ സർക്കാരിനെ പ്രധാനമന്ത്രി പൊന്നാടയണിയിച്ച് കാൽ തൊട്ട് വന്ദിച്ചു. ശ്യാമപ്രസാദ് മുഖർജിയോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ളയാളാണ് മഖൻലാൽ സർക്കാർ. അതേസമയം തെരഞ്ഞെടുപ്പ് ഫലം അംഗീകരിക്കാത്ത മമതാ ബാനർജി ഇതുവരെ ലോക്ഭവനിലേക്ക് എത്തുകയോ രാജി സമർപ്പിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്തതോടെ മമതാ സർക്കാരിന്റെ ഭരണം ഔദ്യോഗികമായി അവസാനിച്ചു. ബംഗ്ലാദേശി കുടിയേറ്റം അടക്കമുള്ള വിഷയങ്ങളിലാണ് താൻ ആദ്യം ശ്രദ്ധ ചെലുത്തുകയെന്ന് പ്രഖ്യാപിച്ച നേതാവാണ് സുവേന്ദു അധികാരി. കൊൽക്കത്ത അടക്കമുള്ള മേഖലകളിൽ ഉടനെ തന്നെ ചില നീക്കങ്ങൾക്ക് സാധ്യതയുണ്ട്. ബ്രിഗേഡ് ഗ്രൗണ്ടിൽ നിന്നും വരുൺ വടശ്ശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.